ഹലോ. അപ്പോൾ ഇത് 25 വർഷം പഴക്കമുള്ള തെങ്ങാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മളൊക്കെ ചെറുതുണ്ടാകുന്ന സമയത്തേ ഈ തെങ്ങുണ്ട്. ഇത് മെല്ലെ മെല്ലെ വളർന്ന് ഇത്ര പോരെ ആയതേയുള്ളൂ. ഇതുവരെ തേങ്ങയൊന്നും പിടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തേങ്ങ പിടിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു അത് നല്ല വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്കത് പറിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേങ്ങയൊന്നും ഉണ്ടായിട്ടില്ല അന്നേരം. അപ്പോൾ ഏതായാലും പറിക്കാമെന്ന് കരുതിയിട്ട് കൊക്കയെല്ലാം കെട്ടി തയ്യാറെടുക്കുകയാണ്. എങ്ങനെയുണ്ട്, ആദ്യമായിട്ട് പിടിച്ച തേങ്ങയല്ലേ, ഒരു സന്തോഷം. ഒന്നാമത് 25 വർഷം പഴക്കമുള്ളൊരു തെങ്ങ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ആരെങ്കിലും പറയും 25 വർഷം പഴക്കമുള്ള തെങ്ങാണ്. 25 വർഷം മുമ്പ് അച്ഛനിടുന്ന ഒരു തൈ കൊണ്ട് നട്ടതാണ്. ഇതുവരെ ആയിട്ടൊരു തേങ്ങ പോലും അത് തന്നിട്ടില്ല. ആദ്യമായിട്ട് പിടിച്ച തേങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. എല്ലാവരും വിചാരിക്കും എന്ന വീഡിയോ ആക്കിയിട്ടൊക്കെ. ഹലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷം. അപ്പോൾ അമ്മ ഇതൊക്കെ ഒക്കെ ഇട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറിക്കാൻ നോക്കിയത് അതിന് കുറേ നോക്കി കിട്ടിയിട്ടില്ല. ഇതാ ദൂരം നിന്ന് വച്ചു. ഇപ്പോൾ ഇന്ന് തേങ്ങയില്ലാത്തതുകൊണ്ട് വിചാരിച്ചാൽ അത് പറിച്ചെടുത്തേക്കാം. എൻ്റെ മോള് കൊളത്തമ്മ മോളിന്ന് വലിച്ചോ, ചുറ്റിയെടുക്ക്. കാണിച്ചു നോക്കട്ടെ നമ്മളെ തേങ്ങ എന്താ കുലുങ്ങുന്നുണ്ടല്ലേ. വളഞ്ഞിനി ഇതല്ലേ. ഇങ്ങനെ നമുക്ക് തേങ്ങ കിട്ടി ഗൈസ്. നല്ല വലിപ്പമുണ്ട്. ഉള്ളിൽ എങ്ങനെയാണെന്നറിയില്ല. തേങ്ങ ഇരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. ഇതാണ് ഈ തേങ്ങ ഇരിക്കുന്നുണ്ട്. നോക്കിയേ, അമ്മയാണ് തേങ്ങ ഇരിക്കുന്നത്. നോക്കാലോ അതിൽ വലിയ തേങ്ങയൊന്നും ഇല്ല. നോക്കാലോ, ശരിയാന്ന് തോന്നുമ്പോ കൂടുതൽ കുത്തുമ്പോൾ തന്നെ കാണുമോന്നല്ലോ. നോക്കാലോ തേങ്ങ. കിട്ടുന്നില്ലേ? ഉണ്ടല്ലേ. ആദ്യമായിട്ടുണ്ടായിരുന്നു. ഇല്ല തേങ്ങ കേട്ടാ, കുഴപ്പമൊന്നുമില്ല. ഇതാ അമ്മ ഇപ്പം തേങ്ങ കൊത്തുന്നുണ്ട്. അച്ഛൻ തേങ്ങ വെള്ളത്തിനോട്ട് കാത്തിട്ടുണ്ട്. കിട്ടിയില്ല വെള്ളം? അതിന് കൊടുക്കണേ. കണ്ട തേങ്ങ വെള്ളം കുറച്ച് അച്ചു കുടിച്ചതിൻ്റെ ബാക്കിയാണ്.